ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ പരിപാടി ചീരവിത്ത് പാകലാണ് കേട്ടോ. കുറച്ച് നാൾ മുൻപ് കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൾ തന്നു വിട്ടതാണ്. പക്ഷെ അത് കാറിൽ നിന്ന് പോലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടേ പോയിട്ടോ. ഇന്നിപ്പോൾ ആ കാർ കഴുകാൻ വേണ്ടി എടുത്തപ്പോഴാണ് ചീരവിത്ത് അതിനകത്ത് ഇരിക്കുന്നത് കണ്ടത്. നമ്മൾ പയറ് നട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനിൽ 3 ഇടത്തായിട്ട് ചീരവിത്ത് പാകി കൊടുക്കാമെന്നാണ് വിചാരിക്കണേ. മുളച്ച് വരുമ്പോൾ കാണാൻ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് നിൽക്കുമ്പോൾ രസം ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ ചെയ്യുന്നത്. മുളച്ച് കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്രാവശ്യം ഞാൻ അരിയൊന്നും കൂടെ വിതറുന്നില്ല. ചീരവിത്ത് തനിയെയാണ് പാകി കൊടുക്കുന്നത്. ചിലപ്പോഴൊക്കെ തനിയെ പാകിയാലും മുളയ്ക്കാറുണ്ട്. അപ്പം ഇതെന്തായാലും മുളയ്ക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലാസ്റ്റ് ടൈം നമ്മൾ ചീര നട്ടപ്പോൾ നമുക്ക് ഗംഭീര വിളവായിരുന്നു. നമ്മൾ വീഡിയോസിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. അന്ന് നമ്മൾ ഈ നീളത്തിൽ കിടക്കുന്ന ഏരിയ ഫുള്ളാണ് കേട്ടോ നട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് ആയപ്പോൾ പറിച്ചു നടിയിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഓർത്ത് ഇപ്രാവശ്യം മിനിമലായിട്ടാണ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.